ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഉള്ളിയും മുട്ടയും അതുപോലെ ബാക്കി വന്ന ദോശമാവും ഒക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു വലിയ സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൈവച്ചിട്ട് തിരുമ്മി ഇതുപോലെ ഒറ്റയാക്കിയതിന് ശേഷം അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു സബോളയും മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സബോളയ്ക്കും മുട്ടയ്ക്കും അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് ഉള്ളിയും മുട്ടയും എടുക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ അത് കൂട്ടിയും കുറച്ചൊക്കെ കറക്റ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു 3 വറ്റൽമുളക് ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ദോശ ചുട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവാണിത്. ഇനി ഇങ്ങനെയല്ല, തലേ ദിവസം തന്നെ നമ്മൾ ചോറും ഉഴുന്നും അരിയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ദോശ ചുടുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ഫ്രഷായിട്ട്. എന്തായാലും സോഡാപ്പൊടിയും ഉപ്പൊക്കെ ചേർന്നിട്ടുള്ള മാവാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് കടലമാവാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നിറച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇത് 3ഉം കൂടെ ഒന്നിച്ച് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതുപോലൊരു സ്പൂണിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി നമുക്ക് എരിവ് ഓരോരുത്തർക്കും എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ദോശമാവിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എന്തുകൊണ്ടെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു മുട്ടയുടെ നനവും അതുപോലെ തന്നെ ദോശമാവിൻ്റെ നനവും അത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, അത് ഇട്ട് കൊടുത്താൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ചെറിയൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കേണ്ട. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോഴും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം വെച്ചല്ല 2ഉം 3ഉം ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 കയ്യിൽ മാവും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കും കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടും. ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും പല രീതിയിലായിരിക്കും വെന്ത് കിട്ടുന്നത്. ഒരേപോലെ വെന്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ എല്ലാം ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.